സോ ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഇവാറാസ് ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് ഗുജറാത്ത് അഹമ്മദാബാദ് സയൻസ് സിറ്റിയിലോട്ടാണ്. ആക്ച്വലി നല്ല ഒരു അടിപൊളിയാണ്, നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം. ഞാൻ കഴിച്ചിട്ടില്ല രാവിലെ. അങ്ങനെ രാവിലെ എന്ന് പറഞ്ഞ് ഉച്ചയൊന്നുമല്ല, രാവിലെ തന്നെയാണ് പോയത്. നമ്മളിപ്പോൾ വാങ്ങിച്ചതൊരു പീസ് ചീസ. എന്തായാലും എനിക്ക് പേരെ അറിയാത്ത ഒരു പിസയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നല്ല ചൂടൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ആ തണലത്ത് പോയി പോസ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ട് പോണം. പറന്നറിയിക്കുന്ന പൂരം കാണിക്കണ്ടല്ലോ. എന്തായാലും ആ ഒരു മീൻ, ആ ഒരു ഷാർക്കിനെ, തിമിംഗലത്തെ കണ്ടില്ലേ, അതെന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. അടിപൊളി ക്രിയേറ്റിവിറ്റിയാണ്. ഇതെല്ലാം ക്രിയേറ്റിവിറ്റിയാണ്, ആരുടെ ഐഡിയ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളെ കുറച്ച് കടലിലെ ആഴ്ത്തട്ടിലെ കുറേ വീഡിയോസൊക്കെ അവർ പ്രോജക്റ്റ് പോലെ ഭിത്തിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അന്തം വിട്ടായിരുന്നു ഞാൻ ഇന്നത്. എന്നെപ്പോലെ കുറേ പേരുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട്. അങ്ങനെയല്ല, ഫസ്റ്റ് ടൈം വരുന്നവർക്ക് എല്ലാവർക്കും അടിപൊളി ഫീലായിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈം വന്നാലും സെക്കൻഡ് ടൈം വന്നാലും അടിപൊളി ഫീലായിരിക്കും എല്ലാവർക്കും. കിട്ടില്ല, സോറി. ഇതിപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് പോയാലും എങ്ങോട്ട് നോക്കിയാലും കുറേ മീനാണ്. പിന്നെ ഇങ്ങനത്തെ മീനുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അതിശയിച്ച് പോകുന്ന ടൈപ്പാണ്. കാരണം കുറേ വെറൈറ്റി ടൈപ്പ് മീനാണ്. ആ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുമായിരുന്നു. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ചന്തയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. എന്തായാലും ഇതുപോലെ കുറേ മീനുണ്ട്. എനിക്ക് പേരറിയാത്ത മീനുകളാണ് കൂടുതലും. എന്നാൽ കൂടുതലൊന്നും പറയില്ല, മൊത്തത്തിൽ എനിക്ക് പേരറിയാത്ത മീനാണ്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കണ്ടത് നമ്മൾ ഈ കാപ്പിബാറയിലെ പോലെ തന്നെ സാമ്യമുള്ള ഒരു ജീവിയാണ്. ആ ജീവിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൂടി എന്തായാലും അതിന് വാലുണ്ട്, അതിന് കാപ്പിബാറയ്ക്ക്. അതിന് അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത്. എന്തായാലും എനിക്കറിയില്ല എങ്ങനെ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നതെന്ന്. ഇതാണ് ആ ഒരു ജീവി. എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചയിലോട്ട് പോകാം. പിന്നെ ഞങ്ങൾ കണ്ടത് ഇതേപോലത്തെയാണ്. എനിക്ക് തോന്നിയത് നമ്മുടെ ആളല്ലാന്ന്. ഞാൻ ഫ്രണ്ട്ലി ആവാൻ നോക്കിയിട്ടൊന്നും എൻ്റെ അടുത്ത് ഫ്രണ്ട്ലി അല്ല, ഭയങ്കര സീരിയസ് ആണ്, കട്ടക്കലിപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ഗോൾഡൻ ഫിഷിൻ്റെ ഒരു പറയാനറിയിക്കാൻ പറ്റില്ല ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ കുറേ ഗോൾഡൻ ഫിഷ്, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതേപോലത്തെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സ്മൈലി ടൈപ്പുള്ള ഒരു മീനെയാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് ഷാർക്കാണോ. ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് അനങ്ങാതെ സ്റ്റക്കായി പാറക്കല്ല് പോലെ ഇരിക്കുന്നത്, പക്ഷെ അത് അനങ്ങൂട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച പാറക്കല്ലാണെന്ന്. എന്തായാലും പിന്നെ കണ്ടത് ഇതേപോലത്തെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മീനാണ്. പിന്നെ കണ്ടത് ഗോൾഡൻ ഫിഷിൻ്റെ ഒരു ടൈപ്പ് മീനാണ്, പക്ഷെ കുറച്ച് കുഞ്ഞിതാണ്, കുറച്ചല്ല നല്ല കുഞ്ഞിതാണ്. പിന്നെ ഈ സാധനത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ടൊരു കടൽപ്പാമ്പിൻ്റെ ഒരു രൂപമായിട്ട് തോന്നി, പക്ഷെ അത് കടൽപ്പാമ്പല്ല. സത്യം പറഞ്ഞാൽ മാങ്ങിനെ തെങ്ങിയറിയാത്ത രീതിയിലായിരുന്നു ഞാൻ ആ സമയം. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. സോറി ഞാൻ വഴിയേറ്റി പോന്നു. പിന്നെ ഞാൻ കണ്ട കടൽ പക്ഷിയാണ്. ഇത് കടൽ പക്ഷിയൊന്നുമില്ല, ഞാൻ ഇട്ട് പേര് തന്നെയാണ്. ഞാൻ ഫ്രണ്ട്ലി ആവാൻ ഭയങ്കര ഇതൊക്കെ കാണിച്ചെങ്കിലും എന്ന് പറയാൻ സെലിബ്രിറ്റി ആയി പോയില്ലേ എന്ന രീതിയിലായിരുന്നു ആ ഒരു മീന്. ആ മീനിനെ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല, പക്ഷെ ഞാൻ പാവം കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ഇഗ്നോർ ചെയ്തപോലെ തോന്നി. ആ മീന് ഭയങ്കര ചാടയാട്ടോ. നമ്മൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കടലിൻ്റെ ആഴത്തട്ടിൽ, പറയാൻ പറ്റില്ല, എനിക്ക് പല സമയത്ത് എനിക്ക് നാക്കൊളുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും. എന്തായാലും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ട്യൂബ് അക്വേറിയം എന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. എന്തായാലും ഞാൻ ഇത് കണ്ട് കിളിപോയ രീതിയിൽ. പിന്നെ അവിടെ ഷാർക്കൊക്കെ കണ്ടായിരുന്നു, വലിയൊരു ഷാർക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞിതാണെങ്കിലും ശരിക്കും ഇത് കുഞ്ഞിതല്ല. ഇത് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ആ സ്ഥലം ചുറ്റിക്കണ്ടു. വീഡിയോ കാണുന്ന പോലെയല്ല, നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല, കാരണം അത്രയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി നമുക്ക് കുറച്ച് ഇതിനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. പ്രകൃതി ഭംഗിയല്ല, കടൽ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇനി നമുക്ക് കുറച്ച് സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളോട്ട് പോകാം. അതിനിടയ്ക്ക് ഞങ്ങൾ സ്റ്റാർ ഫിഷൊക്കെ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേരറിയാത്ത കാര്യമാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു പെങ്കിനാണ്, പക്ഷെ ആളത്രയും വഴങ്ങുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ സ്റ്റക്കായി പാറക്കല്ല് പോലെ ഇരുന്നത്. എന്തായാലും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും ഞാൻ ഈ സ്ഥലത്തുനിന്ന് മാറുവാണ് ഗൈസ്. മാറിയിട്ടൊന്നുമില്ല, എപ്പോഴെങ്കിലും വരും. എന്തായാലും നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഇതെന്ന് പറയുമ്പം റോബോട്ടുകളാണ്, കണ്ടാ അറിയാം, ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് നമ്മുടെ ആളെല്ലാം തോന്നുന്നു, ഭയങ്കര ജാടിയായിരുന്നു ഇതിന്. പക്ഷെ അത് ഇടയ്ക്കിടെ കണ്ണൊക്കെ ആക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ആക്കുന്നില്ല. പിന്നെ കണ്ടത് അടിപൊളി പൂരമാണ്.
എന്നും പറഞ്ഞാൽ നാട്ടിലെ പൂരത്തിൻ്റെ അത്ര ഒന്നാവില്ല. ഇതെന്ന് പറയുമ്പോൾ റോബോട്ടുകളുടെ ഡാൻസ് ആണ്, ഭയങ്കര ടഫ് സ്റ്റെപ്സ് മാത്രമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത്. എല്ലാ റോബോട്ടിനും മീൻസ് അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന റോബോട്ടിനൊക്കെ തൊപ്പി ഉണ്ടെങ്കിൽ ഒരാളൊഴിച്ച് ക്രിസ്മസ് തൊപ്പി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തൊപ്പി തികയാത്തതുകൊണ്ട് ഒരാൾക്ക് ക്രിസ്മസ് തൊപ്പി കൊടുത്തതാണെന്ന്. കോമഡി ഉദ്ദേശിച്ച പക്ഷേ കോമഡി ആയില്ലെന്ന് എനിക്കറിയാം. എന്തായാലും കുറേ കയ്യും വെച്ചുള്ള ആംഗ്യമൊക്കെ കാണിച്ചു. എന്താ ആംഗ്യം എനിക്കറിയില്ല, അറിയാത്ത ആംഗ്യമാണ്. എന്തായാലും ടഫ് സ്റ്റെപ്സ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പോയിട്ടുണ്ട്, കുറേ ലൈറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു വലിയൊരു റോബോട്ടിന്റെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യത്തിലോട്ട് പോകാം. മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഡ്രാഗനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ഇത് ഡ്രാഗൻ അല്ല, സോറി, ഡിനോസറിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആവാൻ നോക്കി. പക്ഷെ ആളിനെ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു മുഖഭാവം നോക്കിയത്. എന്തായാലും നമ്മൾക്ക് അടുത്തതായിട്ട് ഇത് എയറോപ്ലെയിൻ അല്ല റോക്കറ്റാണോ, എന്തായാലും അങ്ങനത്തെ ഒരു സാധനം. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നെ മാങ്ങിയത് തേങ്ങ അറിയാത്ത എൻ്റെ അടുത്ത് ഇത് കാണിച്ചാൽ ഞാൻ എന്ത് പറയും എന്നും പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു ബഹിരാകാശത്തിലോട്ട് പോയി. സത്യം പറയാൻ നല്ല ഫീലായിട്ടുണ്ട്. നല്ല ആ ഫീലല്ല ഉദ്ദേശിച്ചത്, നല്ല രസമായിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതങ്ങനെ പോയി. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ എർത്തില്ലേ, ഭൂമി വിട്ട് പോകുന്ന ഒരു ഫീലാണ്. ഭൂമി വിട്ട് പോകുമ്പം ഈ റോക്കറ്റിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവില്ലേ, അപ്പോൾ എന്തൊക്കെ ഫീൽ ഉണ്ടാവും അതിങ്ങനെ ഒരു ഇതിൽ കാണിച്ചെന്നാണ് അവർ. ഞങ്ങൾ എന്തായാലും എത്ര ഗ്രഹം ഉണ്ടോ അത്രയും ഗ്രഹത്തിൽ കറങ്ങി വന്നായിരുന്നു. പിന്നെ സൂര്യനൊക്കെ കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.